നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് നമ്മൾ ആരോഗ്യവാനോ അല്ലെങ്കിൽ ആരോഗ്യവതിയോ ആണ് എന്നതാണ്. അങ്ങനെയാണോ? ഡു യു തിങ്ക് യു ആർ ഹെൽത്തി, ഓർ ഡു യു ആക്ച്വലി നോ യു ആർ ഹെൽത്തി? നമ്മൾ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്നത് നമ്മൾ വിശ്വസിക്കുന്നതാണോ, നമ്മൾ അങ്ങനെ ഒരു കരുതലാണോ, അതല്ലെങ്കിൽ ആക്ച്വലി നമുക്കറിയുമോ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ആരോഗ്യത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ള ഒരു കൃത്യമായ അറിവ് നമുക്കുണ്ട്? Yeah, as per our ചോദിച്ചേക്കാം. records, feels good. അത് ചോദിച്ചേക്കാം. Okay. സി, ഇത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി, യു ആസ് ദിസ് ക്വസ്റ്റ്യൻ ബൈ യുവർ സെൽഫ്. നമ്മൾ തന്നെ സ്വയം ഒന്ന് ചോദിക്കുക. കാര്യം, ഈ ഒരു ഒറ്റ ചോദ്യം ഒരുപക്ഷെ നമ്മളുടെ എൻറ്റയർ ലൈഫ് മാറ്റിയേക്കാം. കാര്യം, ഇൻ ടുഡേയ്സ് വേൾഡ്, ഇന്ന് ആരും തന്നെ രാവിലെ എഴുന്നേറ്റിട്ട് 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാനൊരു രോഗിയാവും അല്ലെങ്കിൽ എനിക്കൊരു രോഗം ഉണ്ടാവും, അങ്ങനെയൊന്നും ആരും ചിന്തിക്കാറില്ല. പക്ഷേ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇപ്പൊ സംഭവിക്കുന്നത് അങ്ങനെയാണ്. സ്ലോലി, സൈലന്റ്ലി, ഇൻസൈഡ് ദ ബോഡി, ഇൻസൈഡ് ദ സെൽസ്. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ക്ഷീണം, എനർജി ഇല്ല, തളർച്ച, സ്ട്രെസ്, ഉറക്കക്കുറവ്, ഇങ്ങനെ പല പല കാര്യങ്ങളാണ്. ഇത്തരത്തില് ഇതൊക്കെ തന്നെ വർഷങ്ങൾ എടുത്തിട്ട് നമുക്ക് ഒരു രോഗം എന്നൊക്കെ പറയുന്നത് ഒരു വർഷങ്ങൾ എടുത്ത് ബിൽഡ് ആവുന്ന കാര്യങ്ങളാണ്. ആൻഡ് ദ ട്രാജഡി ഈസ് വി ഓൺലി റിയാക്ട് ആഫ്റ്റർ ദ ഡാമേജ് ഷോസ് അപ്പ്. ഒരു ഡാമേജ് ഉണ്ടായതിനു ശേഷം മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ആൾക്കാർ സാധാരണ പറയുന്ന കാര്യമാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പക്ഷെ ഇന്നത്തെ ലോകത്ത് പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഒരു ലക്ഷറി അല്ല. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ലക്ഷറി എനിമോർ, ഇറ്റ് ഈസ് സർവൈവൽ. ഇന്ന് പ്രിവെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർവൈവൽ കൂടിയാണ്. കുറെ ആളുകൾക്ക് എന്നെ അറിയാം. ഞാൻ ഈ ഹെൽത്ത് ആൻഡ് വെൽനസ്സിൽ കുറെ അധികം വർഷങ്ങളായിട്ടുണ്ട്. ആൻഡ് ഐ മീൻ ഹ്യൂമൻ ട്രാൻസ്ഫോർമേഷൻ ഫോർ മെനി ഇയേഴ്സ്. ആൻഡ് ഐ ഹാവ് സീൻ ഫാമിലീസ് ബ്രേക്ക് ബിക്കോസ് ഓഫ് വൺ മെഡിക്കൽ റിപ്പോർട്ട്. ഒരു മെഡിക്കൽ റിപ്പോർട്ടിന്റെ മാത്രം പശ്ചാത്തലത്തിൽ തകർന്നു പോകുന്ന, ശിഥിലമാകുന്ന ധാരാളം കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഐ ഹാവ് സീൻ പീപ്പിൾ ഹു വർക്ക് ഡേ ആൻഡ് നൈറ്റ് ബട്ട് ലൂസ് എവറിത്തിങ് വെൻ ദർ ഹെൽത്ത് കൊളാപ്സസ്. രാവും പകലും ഇല്ലാതെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്ന ആളുകള് ഒരൊറ്റ നിമിഷത്തില് ഇതെല്ലാം കൊളാപ്സ്ഡ് ആവുന്ന, തകരാറിലാവുന്ന കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെൻ ഐ കെയിം അക്രോസ് എ പ്രോജക്റ്റ്, ഒരു ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള, ഒരു സയന്റിഫിക് ആയിട്ടുള്ള, ഒരു പേഴ്സണലൈസ്ഡ് ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ബിസിനസ് ആയിട്ടല്ല എടുത്തത്. ഓക്കെ, ഇറ്റ് വാസ് നോട്ട് എ ബിസിനസ് ഫോർ മീ, ഇറ്റ് വാസ് എ കോളിംഗ്. ഇതൊരു പർപ്പസ് കൂടിയായിരുന്നു. ഇന്ന് നമുക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഗൂഗിൾ ഉണ്ട്, AI ഉണ്ട്, ടെക്നോളജി ഉണ്ട്, സൂപ്പർ ഹോസ്പിറ്റൽസ് ഉണ്ട്, ഒരുപാട് സൗകര്യങ്ങളുണ്ട്. എന്നിട്ടും രോഗങ്ങൾ അതിന്റെ ഒക്കെ അവിടെ കൂടെ കണ്ടില്ലേ? എക്സ്പ്ലോഡിംഗ് ആണ്. Diseases are getting increased because the real issue is not outside, it is inside the cell. So that's what we are going to discuss today. And let me share the screen 1 second. So we have a great speaker today with us. അപ്പൊ അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് I want to share you something. Okay. എന്താണ്? So why we become sick? And I would like to introduce you a project. And this project is from Scandinavia, or Zinzino.
ഒരു സ്കാൻഡിനേവിയൻ കമ്പനിയാണ്. ആൻഡ് let us start with this quote. The world belongs to those who take control of their health, their mindset, and their future. The true elite are not just the ഫോക്കസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെയിൻ ആയിട്ട് അതിൽ they are the healthiest, the most purpose driven, and the ones who create a legacy of impact. സോ ഈ ഒരു കോട്ടിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് കമ്പനി ഈസ് ഫ്രം സ്വീഡൻ. സോ ബിഫോർ discussing about the project, I told you earlier that the real issue is not outside. Real issue എന്ന് പറയുന്നത് outside അല്ല, it is inside the cells. അതായത് എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? See, there are certain mechanisms. ഇപ്പോൾ ഫാറ്റി ആസിഡ് ഇംബാലൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ, മൈറ്റോകോൺട്രിയൽ ഡിസ്ഫങ്ഷൻസ്, വീക്ക്നെസ്, ഇങ്ങനെ കുറെ ഇന്റേണലി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ എനർജി, മൂഡ്, ഇമ്മ്യൂണിറ്റി, സ്ലീപ്പ് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഈ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ഇത് മെഷർ ചെയ്യുന്നുണ്ടോ? ഇല്ല. വി ഗസ്. ആൻഡ് ഗസ്സിംഗ് ഈസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് മിസ്റ്റേക്ക്. നമ്മൾ ഒരു പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് ഗസ്സിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ഈസ് ദാറ്റ് ലിറ്ററലി ഹാപ്പണിങ് ഇൻസൈഡ് അവർ ബോഡി. ഇപ്പൊ നമ്മുടെ ശരീരത്തിനകത്ത് ഏറ്റവും മൈക്രോ യൂണിറ്റുകൾ അല്ലെങ്കിൽ ഒരു ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. വി ഓൾ നോ ദാറ്റ്. സെല്ലുകൾക്കുള്ളിലാണ് എല്ലാ ജൈവരാസ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഒരു വാഹനത്തിന്റെ എഞ്ചിൻ എന്താണോ, ഒരു കാറിന് എന്താണോ കാറിന്റെ എഞ്ചിൻ, ഇതേപോലെയാണ് ഒരു മനുഷ്യ ശരീരത്തിനകത്ത് കോശങ്ങൾ. കാറിനകത്ത് ഒരു എഞ്ചിൻ ആണെങ്കിൽ നമുക്ക് മനുഷ്യ ശരീരത്തിനകത്ത് ട്രില്യൺസ് ഓഫ് എഞ്ചിൻസ് ഉണ്ട്. ഈ ഓരോ എഞ്ചിനുകൾക്കും പ്രവർത്തിക്കണമെങ്കിൽ അതിനാവശ്യമായ 6 ഘടകങ്ങളെ എസെൻഷ്യൽ ന്യൂട്രിയൻസ് എന്നാണ് പറയുക. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ. ഈ 6 ഘടകങ്ങൾ കൂടിയേ തീരൂ, ഇത് ലഭിച്ചേ തീരൂ. ഇത് ലഭിക്കാതെ വരുമ്പോ ഈ കോശങ്ങൾ തകരാറില്ല. അപ്പൊ ഇന്നത്തെ ഒരു ലോകത്തിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് there is a lot of confusion over there. And in this world full of confusion, so we have this new model. And this is not supplement based, this is not gus based, but test based, evidence based, and personalized wellness. For the first time in history, ലോകത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് you can understand your fatty acid balance, your inflammation levels, your cellular resilience in just 2 drops of blood. ഒരു 2 ഡ്രോപ്പ് ബ്ലഡിൽ നമുക്കിത് അറിയാൻ പറ്റും. ഈ ഒരു പറയുന്ന ഒരു 6 എസെൻഷ്യൽ ന്യൂട്രിയൻസ് നമ്മൾ ലോകത്തിൽ ഏത് കോണിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിലും ശരി, ആസ് എ ഹ്യൂമൻ ബീങ് നമുക്കിത് ബോഡിയിലേക്ക് ലഭിച്ചേ പറ്റും. ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഫാറ്റ്. നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് ലഭിക്കുന്നില്ല, ആവശ്യമില്ലാത്ത ഫാറ്റുകൾ ഒരുപാട് നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നുണ്ട്. സോ വൈ ഫാറ്റ് ഈസ് ബിക്കോസ് ഈ സെല്ലുകൾ നിർമ്മിക്കപ്പെടുന്നത് ഈ ഫാറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാറ്റിന്റെ, അതായത് ഈ സെല്ലുകളുടെ പ്രവർത്തനം നമുക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ഇത് ഫസ്റ്റ് ടൈം ആണ്. അതായത് ഒരു വീടുകളിലേക്ക്, ഒരു നോർമൽ ഫാമിലിക്ക് ഈ ഒരു സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ലഭിക്കുന്നത്. ഇപ്പൊ സാധാരണ സയൻസ് ഹോസ്പിറ്റൽസിനോ അല്ലെങ്കിൽ വലിയ വലിയ സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ്. ഓക്കെ, സയൻസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിന് മാത്രമല്ല, അല്ലെങ്കിൽ വലിയ വലിയ സംവിധാനങ്ങൾക്ക് മാത്രമല്ല, കുടുംബങ്ങൾക്കും വേണം. And that is where Zinzino enters. Not just as a company, as a global movement. A movement dedicated to one purpose. ഒരൊറ്റ പർപ്പസിനായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. To shift the world from gus work. ഒരു ഗസ് വർക്കിൽ നിന്ന് നമ്മളൊരു ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലിവിങ്ങിലേക്ക്, അതായത് ഒരു ബാലൻസ്ഡ് ലൈഫിലേക്ക്, and to bring the best scientific nutrition into everyday homes. So first of all, we need to understand what is the cellular functions. See, what is this omega 6 to omega 3 ratio? നേരത്തെ പറഞ്ഞതുപോലെ ഈ സെൽസ് നിർമ്മിക്കപ്പെടുന്നത്
ഈ ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ്. ആൻഡ് ഈ ഫാറ്റി ആസിഡ്സിനകത്ത് പ്രധാനപ്പെട്ട ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് omega 3 and omega 6. ഇതിനെ പറയുന്നത് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്നാണ്. So, why these are called as essential fatty acids? Because ഇത് ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ. നമുക്കിത് ഒരു 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 സപ്ലിമെന്റിലൂടെ അല്ലെങ്കിൽ മറ്റ് അല്ലെങ്കിൽ ബോഡിക്ക് ഇത് സിന്തസൈസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇതിനകത്ത് omega 6 എന്ന് പറയുന്നതും omega 3 എന്ന് പറയുന്നതും എസെൻഷ്യൽ ആണ്. ഇത് രണ്ടും ഒരേ അനുപാതത്തിൽ ബോഡിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് omega 6 ഈസ് ജസ്റ്റ് ലൈക്ക് എ വാട്ടർ, omega 6 ഈസ് ലൈക്ക് എ ഫയർ ആൻഡ് omega 3 ഈസ് ആസ് എ വാട്ടർ. ഇത് ഒരേ അനുപാതത്തിൽ ഉണ്ടാവണം. ഇതിന് റേഷ്യോയിൽ വ്യത്യാസം വരുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, അതായത് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഇത് 3:1 വരെ കുഴപ്പമില്ല. ഇതൊരു 4:1 വന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലെയിം, ഫയർ ആണ്. അതായത് omega 6 ഫയർ ആണ്. സോ omega 6 ഈസ് ഫയർ ആൻഡ് omega 3 ഈസ് വാട്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മോളിക്യൂൾ omega 6 ഒരു omega 6 നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടെങ്കിൽ ഒരു മോളിക്യൂൾ omega 3 കൂടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് 3:1 വരെയാണെങ്കിലും കുഴപ്പമില്ല. 4:1 ഈസ് കൺസിഡേർഡ്, ഈവൻ 4:1 ഈസ് കൺസിഡേർഡ് ആസ് എ ടേണിംഗ് പോയിന്റ്. പക്ഷെ പ്രശ്നം ഇപ്പൊ ഇതാണ്, ഒട്ടുമിക്ക ആൾക്കാരുടെയും റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ 15:1, 25:1, 35:1 ഒക്കെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 47:1 ആണ് ഈ റേഷ്യോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ആണ് ശരീരം. ഈ ഇൻഫ്ലമേഷനെ നിങ്ങൾക്ക് ഇല്ലാതാക്കി നിലനിർത്തിക്കൊണ്ട് ഒരു സിംറ്റംസിനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കില്ല. നമ്മൾ ആയുഷ്കാലം മുഴുവൻ സിംറ്റംസിനെ നമ്മൾ ചികിത്സിച്ചു കൊണ്ടേയിരിക്കും. ഇത് എവിടെ വേണമെങ്കിലും സംഭവിക്കാം. ബ്രെയിനിൽ വരാം, ഹാർട്ടിൽ വരാം, ലിവറിൽ വരാം, ഇന്നർ ഓർഗൻസിൽ വരാം, സ്കിന്നിൽ വരാം, ജോയിന്റിൽ വരാം, മസിൽസിൽ വരാം. എനിവർ ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവർ ഇൻ യുവർ ബോഡി ബിക്കോസ് ദിസ് ഇസ് കോൾഡ് ഇൻഫ്ലമേഷൻ, ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ വാട്ട് ഈസ് യുവർ റേഷ്യോ, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ omega 3 ഇൻഡെക്സ്, അതായത് ഈ ഫാറ്റി ആസിഡ്സ്, കോശങ്ങൾ നിർമ്മിക്കപ്പെടാൻ ആവശ്യമായിട്ടുള്ള omega 3 ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിനകത്ത് ശരിയായ അളവിൽ ഇല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്ന കോശങ്ങൾ ഡാമേജ്ഡ് ആവും. അതായത് ഈ കോശങ്ങൾക്കെല്ലാം തന്നെ ഒരു സംരക്ഷണ ഒരു 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 മെംബ്രെയിൻ, ഒരു സംരക്ഷണ വലയമുണ്ട്. അതിനെ പറയുന്നത് സെൽ മെംബ്രെയിൻ എന്നാണ്. ഈ സെൽ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടണമെങ്കിൽ ആവശ്യം വേണ്ട ഒരു ഫാറ്റി ആസിഡാണ് omega 3. ഇതിന്റെ അഭാവത്തിൽ ഈ സെൽ മെംബ്രെയിൻ നിർമ്മിക്കപ്പെടുന്നത് മറ്റ് ആവശ്യമില്ലാത്ത, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റോ മറ്റുള്ള ഫാറ്റുകളോ കൊണ്ട് ഒക്കെ ആണെങ്കിൽ ഈ മെംബ്രെയിൻ ഹാർഡ് ആവും, അതിന്റെ ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെടും. ഫ്ലൂയിഡിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കോശങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളെ അബ്സോർബ് ചെയ്യുന്നതിനോ ടോക്സിൻസിനെ ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിനോ കഴിയാതെ വരും. സ്വാഭാവികമായിട്ട് ഇത് സെല്ലുലാർ മാൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഡാമേജിന് കാരണമാവും. ചുരുക്കി പറഞ്ഞാൽ സെല്ലുലാർ ഇൻഫ്ലമേഷൻ, അതോടൊപ്പം തന്നെ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി, ഈ രണ്ട് പ്രവർത്തനങ്ങൾ, ഇൻഫ്ലമേഷനെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിലും സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, omega 6 to omega 3 റേഷ്യോ നമ്മൾ ബാലൻസ്ഡ് ആക്കുക. ഓക്കെ, സോ ഇതപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? സോ ദാറ്റ് ഈസ് വൈ ഇൻ സെൻസിനോ ദർ ആർ 3 പില്ലേഴ്സ്. ഗസ് ചെയ്യരുത്, യു ഡോണ്ട് ഗസ്. ദർ ഇസ് എ ടെസ്റ്റ്, ഒരു ഹോം ബ്ലഡ് ടെസ്റ്റ് ആണ്. നമ്മളൊരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ലാബിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. വേൾഡ് ക്ലാസ്, ലോകത്തിലെ ഏറ്റവും ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ലാബിൽ നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് 2 ഡ്രോപ്സ് ബ്ലഡ് എടുക്കുക. ഈ എടുക്കുന്ന ബ്ലഡ് നമ്മൾ അതിനൊരു എൻവലപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലാക്കി നമ്മൾ അയക്കുക. ആൻഡ് ദാറ്റ് ബ്ലഡ് സാമ്പിൾ ഗോസ് ടു ദിസ് പെർട്ടിക്കുലർ ലാബ് കോൾഡ് Vitas Analytical Services. And this lab is at Oslo. ഓസ്ലോയിലാണ്, നോർവേയിലുള്ള ഓസ്ലോയിലാണ്, ഓസ്ലോ സയൻസ് പാർക്കിലാണ്. ആൻഡ് ദിസ് ലാബ് ഈസ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ് മോസ്റ്റ് റെപ്യൂട്ടഡ് ആൻഡ് മോസ്റ്റ് ട്രസ്റ്റഡ് ലാബ്സ് ഔട്ട് ദ. കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ, ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണെങ്കിലും ഒളിമ്പിക് കമ്മിറ്റി പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ലോകോത്തര യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, കിങ്സ് കോളേജ് ഓഫ് ലണ്ടൻ, മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ബിഗ് pharmaceutical companies, they all do their research and analytical services in this particular lab. അപ്പൊ ഇവിടെയാണ് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യുക. അപ്പൊ സോ നമ്മുടെ ബ്ലഡ് സാമ്പിൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ they will do the test, then they upload the report. in 3 to 4 weeks time നമുക്ക് ഈ റിപ്പോർട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. Okay, so that is the second thing. So you get your report. And globally ഇതൊരു ഒന്നും രണ്ടും ടെസ്റ്റുകളല്ല, ഇറ്റ്സ് എ ബിഗ് സ്റ്റഡി ഔട്ട് ദർ. ഇപ്പൊ ലോകത്തിൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 മില്യൺ ടെസ്റ്റുകൾ ഈ കമ്പനി ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ആൻഡ് ദേ ഫൗണ്ട് ദാറ്റ്
7% of the people are out of balance. ലോകത്തിൽ 97% ആളുകളും ഔട്ട് ഓഫ് ബാലൻസ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ സാമ്പിൾ ടെസ്റ്റ് റിപ്പോർട്ട്. ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ ഈ സാമ്പിള് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഇസ് ബിലോങ്സ് ടു എ പേഴ്സൺ ഹു ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് സപ്ലിമെന്റ്സ്. അതായത് ഒരു മാസം 30,000-40,000 രൂപ വില വരുന്ന സപ്ലിമെന്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ബ്ലഡ് റിപ്പോർട്ടാണ്, സാമ്പിൾ എടുത്ത് അയച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. ആൻഡ് ഹിസ് റേഷ്യോ ഇസ് 74:1. അതായത് 3:1 റേഷ്യോ വേണ്ടെടുത്ത് അദ്ദേഹത്തിന്റെ റേഷ്യോ 74:1 ആണ്. വിച്ച് മീൻസ് നമ്മൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൽ നമ്മൾ ഒരു കപ്പ് വെള്ളം കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. ഇതാണ് കണ്ടീഷൻ 74:1 എന്നൊക്കെ പറയുമ്പോൾ. അത്രമാത്രം അത് അൺബാലൻസ്ഡ് ആണ്. കാര്യം ഇത് 3:1 അതിൽ താഴെയാണ് വേണ്ടിയത്. അതായത് അത്രമാത്രം ബോഡി ഇൻഫ്ലമേറ്ററി മോഡിലാണ്. ദെൻ ദ പ്രൊട്ടക്ഷൻ വാല്യൂ ഈസ് 0%. പ്രൊട്ടക്ഷൻ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ വരുന്ന ഓക്സിഡേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി സ്ട്രെസ് പോലെയുള്ള മെക്കാനിസങ്ങളെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസങ്ങളെ ഒക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള, അതിജീവിക്കാനുള്ള നിങ്ങളുടെ കോശങ്ങളുടെ കപ്പാസിറ്റിയാണ് പ്രൊട്ടക്ഷൻ വാല്യൂ. ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 90%. ഇത് 0 ആണ്. അതുപോലെ തന്നെ omega-3 index is 1.4%. Dear friends, we have to maintain this omega-3 index above 8%. ഇത് 4%-ന്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഹൃദ്രോഗമോ ഒരു സഡൻ ഹാർട്ട് അറ്റാക്കോ ഉണ്ടാവാനുള്ള, സഡൻ ഡെത്തോ ഉണ്ടാവാനുള്ള സാധ്യത 90%-ലധികമാണ് എന്നതാണ് പുതിയ ഫൈൻഡിങ്സ്, പുതിയ സയന്റിഫിക് സ്റ്റഡീസ്. So we all should maintain this omega-3 index above 8%. And mental strength, it's supposed to be 1:1. ഇതാണ് അതിന്റെ ഒരു ഐഡിയൽ റേഷ്യോ. And here it is 8.2:1. Cell membrane fluidity 29.1. അതായത് 3:1 താഴെ വരേണ്ടതാണ്. അതായത് ഇത്ര ഹെൽത്ത് ഫോളോ ചെയ്യുന്ന ഒരാള്, 30,000 40,000 റുപ്പീസ് സപ്ലിമെന്റ്സിന് വേണ്ടി മുടക്കുന്ന ഒരാള്, ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ട്, ഒരു സ്പെഷ്യൽ വാട്ടർ ആണ്, ഹൈഡ്രേഷൻ എല്ലാം കറക്റ്റ് ആണ്, ആൻഡ് സ്റ്റിൽ ദ റേഷ്യോ 74:1. ആൻഡ് അദ്ദേഹത്തിന്റെ അറാക്കിഡോണിക് ആസിഡ്, ഇൻഫ്ലമേറ്ററി ആസിഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഹൈ ആണ്, ഇൻഫ്ലമേഷൻ ആണ്. ഇത്തരത്തിലൊരു 11ഓളം ഫാറ്റി ആസിഡ്സിന്റെ ടോട്ടൽ അനാലിസിസ് ഞാൻ ഒരു ഫ്രണ്ട് പേജ് മാത്രമേ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. ഇതൊരു 20-21 പേജിൽ വരുന്ന റിപ്പോർട്ടാണ്, വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിപ്പോർട്ടാണ്. സോ വിച്ച് മീൻസ് നമ്മളൊരു വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എഞ്ചിന്റെ കപ്പാസിറ്റി ഡാഷ്ബോർഡിൽ അറിയുന്നത് പോലെ നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ എഞ്ചിൻ, അതായത് ഈ മൈക്രോ എഞ്ചിൻസ് ആയിട്ടുള്ള നമ്മുടെ കോശങ്ങളുടെ ഒരു ഡാഷ്ബോർഡാണ് ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട്. You have to do this at least once in your lifetime. Then you will understand where you stand. So this company, Zinzino company, is not providing some, ഒരു random supplements കൊടുക്കുന്ന ഒരു company അല്ല. This company is medical grade. This is called therapeutic nutrition and test based. So that's why we do this test. And what they say that we can bring you back into balance in 120 days. 120 ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ ശരീരത്തെ നമുക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പൊ സെൽസിന് ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്നാണ് അർത്ഥം. ബിക്കോസ് ദ ബേസിക് യൂണിറ്റ് ഇസ് സെൽ. സെൽസ് വന്നു കഴിഞ്ഞാൽ, ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ടിഷ്യൂ ബാലൻസ്ഡ് ആയി, ടിഷ്യൂസ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ ഓർഗൻ ബാലൻസ്ഡ് ആയി, ഓർഗൻസ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ സിസ്റ്റംസ് ബാലൻസ്ഡ് ആയി. ദാറ്റ്സ് ഹൗ യു ബ്രിങ് യുവർ ബോഡി ബാക്ക് ഇൻ ടു ബാലൻസ്. ആൻഡ് സോ ഹൗ യു ബ്രിങ് യുവർ ബോഡി ബാക്ക് ഇൻ ടു ബാലൻസ്? സോ Zinzino company prepare scientific formulations. They have a very big scientific research facility. ഒരുപാട് ലോകത്തിൽ ലീഡിംഗ് ആയിട്ടുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഒരു വലിയൊരു പാനൽ തന്നെ Zinzinoയിലുണ്ട്. ആൻഡ് they prepare medical grade polyphenol powered high purity, premium quality food preparations. So in India, Zinzino company has introduced something called Zinzino Essent Oil. ഇതൊരു പോളിഫിനോൾ പവേർഡ് ആയിട്ടുള്ള ഒരു ഹൈ പ്യൂരിറ്റി ഒരു നാച്ചുറൽ ബ്ലെൻഡാണ്, ന്യൂട്രിയൻ ബ്ലെൻഡാണ്. ഓക്കെ, സോ ഇതൊരു ന്യൂട്രീഷണൽ, സാധാരണ ഒരു ജനറിക് ന്യൂട്രിയൻസും അല്ല, ഒരു ജനറിക് സപ്ലിമെന്റോ മറ്റു കാര്യങ്ങളോ. ഇറ്റ്സ് എ സ്പെഷ്യൽ ബ്ലെൻഡ്. ഇതൊരു മെഡിക്കേഷനോ അല്ലെങ്കിൽ ഒരു കെമിക്കലോ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷനോ അല്ല. ഇതിനകത്തെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. സോ ദേ പ്രിപ്പയർ ദിസ് ഫോർമുലേഷൻ. And all you have to do is just take 1 spoonful of this oil every day. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് മെയിൻ ആയിട്ട് ഫിഷ് ഓയിൽ, പോളിഫിനോൾസ്, ഒലിവ് ഓയിൽ, അതുപോലെ തന്നെ വിറ്റമിൻ ഇ, വിറ്റമിൻ ഡി പോലെ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു 10-20ഓളം നാച്ചുറൽ ഇൻഗ്രീഡിയൻസിന്റെ ഒരു ഫോർമുലേഷൻ ആണ് എസെന്റ് ഓയിൽ പ്ലസ്. ആൻഡ് വി ബിലീവ് ദാറ്റ് ഹെൽത്ത് ഈസ് നോട്ട് എ പ്രോഡക്റ്റ്, ഇറ്റ്സ് എ സിസ്റ്റം. Okay, so we all want better energy, strong immunity,
ആൻഡ് ഒരു സിമ്പിൾ സയൻസ് ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു റുട്ടീൻ നമുക്ക് വേണം. ആൻഡ് സെൻസിനോ ഗിവ്സ് എക്സാക്ട്ലി ദാറ്റ്. അത് ഒന്നും രണ്ടും അല്ല, 15 ലക്ഷത്തിലധികം ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് ഒരു ബാക്ക്ഡ് ബൈ മോർ ദാൻ 1.5 million tests and thousands of publications. And the magic is people join because of one thing, results. Okay, they get the results. മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് സപ്ലിമെന്റ്സ് ഉണ്ട്. ആൻഡ് മോസ്റ്റ് സപ്ലിമെന്റ്സ് ദേ ഡോണ്ട് വർക്ക്. 97% സപ്ലിമെന്റ്സും മാർക്കറ്റിലുള്ളത് വർക്ക് ആവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ടെസ്റ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം വി ഹാവ് ടെസ്റ്റഡ് സോ മെനി പീപ്പിൾ ദോസ് ഹു ആർ ടേക്കിംഗ് omega-3 supplements maybe for the last 10 years, 15 years, 20 years, and still their ratio is 20:1, 25:1, 30:1, which means whatever they consume, that doesn't work. Still their body is inflammatory. അവിടെയാണ്, so we have this special formulation. You just take a spoonful of this oil. ഇത് നമുക്ക് ഒരു ദിവസം ശരീരത്തിന് ആവശ്യമായ എക്സാക്ട് എമൗണ്ട് ഓഫ് EPA and DHA, ഇതെല്ലാം ഈ ന്യൂട്രിയൻസ് നമുക്ക് ഒരു 2 to 3 gram ഡെയിലി വേണം. കോശങ്ങൾക്ക് ഇത് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ, ഇതില്ലാതെ വരുമ്പോഴാണ് കോശങ്ങൾ തകരാറിലാവുന്നത്. So EPA you get 1300 milligram and DHA 700 milligram and omega-7, omega-9, polyphenols. Polyphenols are antioxidants and vitamin D3, vitamin E. ഇങ്ങനെ എല്ലാ ന്യൂട്രിയൻസിന്റെ ഒരു ബ്ലെൻഡ് ആണ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. ഓക്കെ, സോ യു ടേക്ക് ദിസ് 1 spoonful of oil every day. നമ്മുടെ എനർജി ഇംപ്രൂവ് ആവും, സ്ലീപ്പ് ഇംപ്രൂവ് ആവും, ആൻഡ് ഇൻഫ്ലമേഷൻ മാർക്കേഴ്സ് വിൽ ചേഞ്ച് in 120 days. Then you will get the confidence and naturally people will share it. ഇനി ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ എങ്ങനെ നിശ്ചയിക്കുക? സോ ദർ ആർ ലോട്ട് ഓഫ് സർട്ടിഫിക്കേഷൻസ്. ഇതിന്റെ ഒരുപാട് വാലിഡേഷൻസ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ്, അപ്രൂവൽസ് ഉണ്ട്. ആൻഡ് ദിസ് പ്രോഡക്റ്റ് ഇസ് ഹൈലി സർട്ടിഫൈഡ് ആൻഡ് എൻഡോഴ്സ്ഡ് ആൻഡ് ഡോക്യുമെന്റഡ്. ഇപ്പൊ ഇൻഫോംഡ് സ്പോർട്ട് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ദ സീ, GMP certified, informed choice, colon list, halal control, and food safety since it's in India, FSSAI, and so ഒരുപാട് certifications. Some certifications for like informed sport, colon list എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി WADA അപ്രൂവൽ എന്നാണ് പറയാ, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി അപ്രൂവൽ. അതായത് ഒളിമ്പിക്സിലോ സ്പോർട്സ് പ്രൊഫഷൻസിലൊക്കെ ഉള്ള ആൾക്കാർ they are looking for this certifications approval. Why? Because അവർ കഴിക്കുന്ന സാധനങ്ങളിൽ എന്തെങ്കിലും അൺനാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ then they are done. കാര്യം അവർ ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളോ വരുമ്പോൾ സ്റ്റിറോയിഡ്സോ ഡോപ്പിംഗ് ഏജൻസോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അൺനാച്ചുറൽ സബ്സ്റ്റൻസസ് കണ്ടെത്തി കഴിഞ്ഞാൽ their career is done. So that is they're so careful and this is what they're looking for. Who's certified? നമ്മൾ മാർക്കറ്റിൽ നമുക്കറിയാം ഒരുപാട് പരസ്യങ്ങൾ, സംവിധാനങ്ങൾ, മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർ പല മാർക്കറ്റിംഗ് ക്ലെയിംസ് ഉണ്ടാവും. സോ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക? You have to look for the certifications. Okay. So highly certified and അതുകൊണ്ട് തന്നെ ഇത് ഏത് ഏജ് ഗ്രൂപ്പിലും നമുക്കിത് കൊടുക്കാവുന്നതാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ, അതായത് 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ, സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ആൻഡ് മുതിർന്ന ആൾക്കാർ, പ്രഗ്നൻസി പീരീഡിൽ, ലാക്ടേഷൻ പീരീഡിൽ, അതായത് ബ്രസ്റ്റ് ഫീഡിങ് പീരീഡിൽ, പ്രായമുള്ള ആൾക്കാർ, 100 വയസ്സോ അതിൽ കൂടുതലോ ഒക്കെയുള്ള ആൾക്കാർ, ഏത് ഏജ് ഗ്രൂപ്പിൽ വേണമെങ്കിലും ഇത് കൊടുക്കാം. ഒന്നാമത്തെ കാര്യം, ഏത് ഏജ് ഗ്രൂപ്പിലും ഇത് ആവശ്യമാണ്. ആൻഡ് റിമെമ്പർ, ഇതിനൊരു ഡെഫിഷ്യൻസിയിലാണ് നമുക്ക് പല അസുഖങ്ങളും ഉണ്ടാവുന്നത്. യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി, ലോകത്തിൽ നമുക്കറിയാം യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളെയും മോണിറ്റർ ചെയ്യുന്ന, ഒരു റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റി. 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആണ് അവർ അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അതായത് ബ്രെയിനെ നോർമലാക്കുന്നു, ബ്രെയിൻ ഫങ്ഷൻസ് നോർമലാക്കുന്നു, ഹാർട്ടിന്റെ ഫങ്ഷൻസ് നോർമലാക്കുന്നു, ഇമ്മ്യൂൺ ഫങ്ഷൻസ് നോർമലാക്കുന്നു, നോർമൽ വിഷൻ, നോർമൽ ടീത്ത്, നോർമൽ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓഫ് ദ ഫീറ്റസ് ആൻഡ് ബ്രസ്റ്റ് ഫീഡ് ഇൻഫാന്റ്സ്, ആൻഡ് നോർമൽ ബോൺ സ്ട്രക്ചർ, നോർമൽ ബ്ലഡ് പ്രഷർ തുടങ്ങി, നോർമൽ ബ്ലഡ് ട്രൈഗ്ലിസറൈഡ് ലെവൽസ് തുടങ്ങി 18ഓളം ഹെൽത്ത് ക്ലെയിംസ് ആർ അപ്രൂവ്ഡ്, എവിഡൻസ് ബേസ്ഡ്, സർട്ടിഫൈഡ്. അത്രമാത്രം നമ്മളൊരു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇനി അതിനേക്കാളൊക്കെ ഉപരി, സോ ആസ് വി സേ, പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദി ഈറ്റിംഗ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മളിത് കഴിക്കുമ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ തന്നെ നമുക്കിത്, 4 മാസം കൊണ്ട് തന്നെ നമുക്കിത് റീടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് നമുക്ക് ബാലൻസിലേക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ആൻഡ് 95% of those taking this balance oil are back in balance after 120 days, which means you can bring your body back into balance in 120 days.
ദാറ്റ് ഇസ് വാട്ട് ദിസ് ടെസ്റ്റ് ബേസ്ഡ്. ലോകത്തിൽ ഒരേ ഒരു കമ്പനി, നിലവിൽ ഒരു സംവിധാനവും ഇത്തരത്തിൽ ടെസ്റ്റ് ബേസ്ഡ് ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. പല കമ്പനികളും അവരുടെ പ്രൊഡക്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ഫോർമുലേഷനെ കുറിച്ച് വളരെയധികം അവകാശവാദങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ ക്ലെയിമുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നോ അതർ കമ്പനി ഔട്ട് ദർ ഇൻ ദ മാർക്കറ്റ് ദോസ് ആർ ടെസ്റ്റ് ബേസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം, നമ്മുടെ ശരീരത്തിനകത്ത് ഇത് ബാലൻസ്ഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ദിസ് ടെസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു ടെസ്റ്റ് സാമ്പിൾ റിപ്പോർട്ടിന്റെ രണ്ടാമത്തെ ടെസ്റ്റാണ്. ഇനീഷ്യലി ഫസ്റ്റ് ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ റേഷ്യോ വാസ് 74:1. ഹീസ് എ റിട്ടയർഡ് സയന്റിസ്റ്റ്. ഇറ്റ് വാസ് 74:1. ആൻഡ് നൗ ആഫ്റ്റർ 5 months his ratio came down to 3.5:1. പ്രൊട്ടക്ഷൻ വാല്യൂ 64%ലേക്ക് വന്നു. ഒമേഗ 3 ഇൻഡെക്സ് 6%ലേക്ക് നമ്മൾ അത് ഇംപ്രൂവ്ഡ് ആയി. മെന്റൽ സ്ട്രെങ്ത് 1.4:1 വന്നു. ഒരു മോഡറേഷനിൽ വന്നു. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഫ്ലൂയിഡിറ്റി ഇംപ്രൂവ്ഡ് ആയി. അരാക്ലോണിക് ആസിഡ് പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആയി. സോ ദിസ് ഇസ് വാട്ട് ദിസ് കോൺസെപ്റ്റ് ആൻഡ് ദിസ് കമ്പനി ദേ ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ബ്രാൻഡ് അംബാസഡേഴ്സ്. ഇവരാരും തന്നെ ഒരു പെയ്ഡ് എൻഡോഴ്സ്മെന്റോ പൈസ കൊടുത്ത അംബാസഡർ ആവുന്ന ആൾക്കാരോ അല്ല. 100 കണക്കിന് ഒളിമ്പിക് മെഡൽ വിന്നേഴ്സ് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് ആവുന്നത് ഈ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ്. ബിക്കോസ് സിൻസ് ദേ ആർ ദ ബ്രാൻഡ് അംബാസഡർ ദേ ഗെറ്റ് കോംപ്ലിമെന്ററി പ്രോഡക്ട്സ്. പത്രത്തിൽ നമ്മൾ യൂറോപ്പിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും സ്പോർട്സ് പ്രൊഫഷണൽസും ഈവൻ ഫുട്ബോൾ ക്ലബ്സ്, നമുക്കറിയാം, നമ്മൾ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫുട്ബോൾ ക്ലബ്സിന്റെ, യൂറോപ്യൻ ക്ലബ്സിന്റെ ഒക്കെ തന്നെ നമ്മൾ ആരാധകരാണ്. പത്രത്തിലെ എല്ലാ ക്ലബ്ബുകളും ഈ സിൻസിനോ പ്രൊഡക്ട്സിന്റെ ഒരു ബ്രാൻഡ് അംബാസഡേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അത്തരത്തിലൊരു പ്രോജക്റ്റ് ആണ്. സോ ഹൗ ദിസ് പ്രോജക്റ്റ് ഹെൽപ്പിംഗ് us to maintain better health? And this company is from Scandinavia. സ്വീഡനിലാണ് ഈ കമ്പനിയുടെ ഹെഡ് ഓഫീസ്. ഇവരുടെ ഫാക്ടറി മാനുഫാക്ചറിങ് യൂണിറ്റ്സ് എല്ലാം തന്നെ നോർവേ, ഐസ്ലാൻഡ്, സ്പെയിൻ പോലെയൊക്കെയുള്ള രാജ്യങ്ങളിലാണ്. ആൻഡ് ദിസ് കമ്പനി ഈസ് നോട്ട് ജസ്റ്റ് എ പ്രൈവറ്റ് കമ്പനി, ഇറ്റ്സ് എ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി. നാസ്ഡാക്കിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ആൻഡ് ദേ ഹാവ് മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് ഇൻ മോർ ദാൻ 100+ countries. Okay, so some of you may see this purely as health, and that is completely fine. But some of you may or may not, I don't know, see an income model also. And ഇന്നിപ്പോൾ നമുക്കറിയാം വേൾഡ് ഈസ് ടോട്ടലി ചേഞ്ച്ഡ്. നമുക്ക് ജോബ്സ് അൺസ്റ്റേബിൾ ആണ്. AI റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ലിവിങ് കോസ്റ്റ് ഇൻക്രീസ് ആവുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പ്രൊഡക്ട്സും നമുക്ക് അഫോർഡബിൾ അല്ല. വെൽനെസ് നമുക്ക് അഫോർഡബിൾ അല്ല. ആൻഡ് പ്രിവെൻഷന് വേണ്ട സ്റ്റെപ്സുകൾ നമുക്ക് എടുക്കാനായിട്ടുള്ള സാമ്പത്തിക സൗകര്യങ്ങളില്ല. ടെസ്റ്റ് ബേസ്ഡ് സൊല്യൂഷൻസ്, ഇതൊക്കെ തന്നെ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടൊരു സ്റ്റേജിലാണ്. അവിടെയാണ് നമുക്ക് സിൻസിനോ ഗിവ്സ് യു എ പ്ലാറ്റ്ഫോം. ഒന്ന്, ഫാമിലീസ് ഹെൽത്ത് ഇംപ്രൂവ് നമുക്ക് ചെയ്യാൻ, അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. 2, ഒരു വെൽനസ് കരിയർ നമുക്ക് ഇതിൽ ബിൽഡ് ചെയ്യാം. 3, ഒരു ഇന്റർനാഷണൽ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് വി ക്യാൻ ക്രിയേറ്റ്. Then there are income options as well. Okay, all with mentorship and support. So let me ask you, if you don't control your health today, ഇന്ന് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നില്ലെങ്കിൽ, ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, then ആര് കൺട്രോൾ ചെയ്യും? Who will take the responsibility? If you don't build a second income, ഇന്ന് നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളത് എപ്പോൾ ചെയ്യും? See, life sometimes gives you a chance, and today that chance is right in front of you. And this session may be your turning point, your starting line, and your wake-up moment. I don't know. And now, to take this session to the next level, we have a very special guest, a doctor, an expert, a researcher, and someone working closely with functional foods and central government research. And let me welcome Dr. Kamaruddin Muhammad Saleh. Please welcome, Doctor. And the stage is yours. Thank you so much. Please welcome. Thank you. My audible? Hello? Yes. You're very much Hello? audible, Doctor. Yes. Yes, sir. Am I Audible. audible? Audible. Audible. Okay.
So let me introduce myself. I am a physician, oral physician. My research into that subject is based on cosmetic dentistry. And ഞാനൊരു 10-15 വർഷം തോളം സൗദി അറേബ്യയിലെ കിംസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ എൻഡോഡോണ്ടിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതിനു മുമ്പ് ഞാൻ ഒരു 4-5 വർഷം മോസ്കോയിൽ ഉണ്ടായിരുന്നു. I was doing my PG and I was working as a endodontist under one of the leading dental surgeon from Moscow. He is one of the president of the Association of Oral and Maxillofacial Dental Surgery in Moscow. So I was working with someone. I just want to become an entrepreneur. That was my vision, to start something based on my passion is on the food and nutrition. So whenever I was in the Moscow, I used to go to the sessions. I used to go to the like what you called as the international events where it comes to around nutritional panels. And I used to visit all those Arab health exhibitions from there. Then that passion is still was lying down in my mind for the past almost 15 years. And when just before the COVID strikes in 2020, I started realizing that it is time to get back into something what we can give as a value addition. അങ്ങനെ ഞാൻ 2020 ഒരു കമ്പനി ഫോം ചെയ്തു. ദാറ്റ്സ് കോൾഡ് ദ മോസ. ഒരു കോയിൻഡ് 2-3 ഡോക്ടേഴ്സ് കൂടെ അതിനകത്ത് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ മൊമെന്റം ഓഫ് സീലസ് ആറ്റിറ്റ്യൂഡ്. അങ്ങനെ ഒരു എല്ലാത്തിനോടും നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് ഇൻവോൾവ് ചെയ്യുന്ന ഒരു കമ്പനി എന്നുള്ള ഫോമിലാണ് ഒരു മോസ എന്നുള്ളൊരു കോയിൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസിൽ ഞങ്ങൾ 2-3 ഡോക്ടേഴ്സ് കൂടെ ചേർന്ന് കുറെ ഫുഡ് ഉണ്ടാക്കി. ഒരു സ്പ്രൗട്ടഡ് ഫുഡ്സിലേക്ക് ഞങ്ങൾ ഇന്നോവേഷൻസ് ചെയ്തു. അങ്ങനെ വി വർ ഡൂയിങ് റിസർച്ച് ഇൻ type 2 diabetes. Actually, the product became successful, and we did almost 4 years of intense research in Amala Cancer Institute and Loyola College, Chennai. And finally, the product got selected into University of Manchester. അതൊരു സ്റ്റഡി മോഡലായിട്ട് അവർ എടുത്തു. അതായത് അവർ 1.5 crores അവർ ഫണ്ട് ചെയ്തു. എന്നിട്ട് ആ പ്രോഡക്റ്റ് ദേ ഗോട്ട് into study into type 2 diabetes. അപ്പോൾ ആ പ്രോഡക്റ്റ് ഇന്ത്യയിൽ നിന്ന് പോയ ഏക ഒരു പ്രോഡക്റ്റ് ആയിരുന്നു പ്രോഡക്റ്റ് ബേസ്ഡ് സ്റ്റഡി. അങ്ങനെ ഞങ്ങൾ ആ പ്രോഡക്റ്റ് സ്റ്റാർട്ടഡ് റോളിങ് ഇൻ ടു ദ കൊമേഴ്സ്യൽ സ്പേസ്. ഞങ്ങൾ അപ്പോഴേക്കും ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് ഐ ലെഫ്റ്റ് ദ പ്ലേസ് ആൻഡ് കെയിം ടു 2020, ദ പീക്ക് ഓഫ് കോവിഡ്. ഇവിടെ വന്ന് ഞങ്ങൾ കമ്പനി ഫോം ചെയ്തു. അങ്ങനെ വി സ്റ്റാർട്ടഡ് കൊളാബറേറ്റിംഗ് വിത്ത് 2020 എന്ന് പറഞ്ഞാൽ പീക്ക് ടൈമാണ്. അപ്പോൾ there is a travel restrictions is there, but even though I took the car and went to many places and collaborate with the Central Research institutions, and we tried to innovate something called as a resistant starch. അതിലേക്ക് ഇന്നോവേഷൻസ് പോയി. പിന്നെ അതിനകത്ത് പ്രോഡക്റ്റ് ഞങ്ങൾ കുറച്ച് അവർ ഡെവലപ്പ് ചെയ്ത് റിസർച്ച് ചെയ്ത പ്രോഡക്റ്റ് ഞങ്ങൾ വി ആർ ഗിവൻ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ടു മാനുഫാക്ചർ ആൻഡ് മാർക്കറ്റ് ദാറ്റ് പ്രോഡക്ട്സ്. അങ്ങനെ ഒരു എന്താ പറയുക, ഫങ്ഷണൽ ഫുഡ്സ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്നുള്ള ഒരു ലേബലിലേക്ക് പതുക്കെ വരുന്നു. ബട്ട് സ്റ്റിൽ വി ആർ എക്സ്പ്ലോറിങ് മോർ ഓപ്പർച്യൂണിറ്റി ടു കം അപ്പ് വിത്ത് പ്രോഡക്ട്സ്. അപ്പൊ ഇതാണ് ഒരു in a nutshell. I can tell you that what I was doing from transition from dentistry to general health and well-being space. For wellness and industries, I'm also an avid learner because I'm not an expert in that, but still I'm learning what I can give some contributions to the food and nutrition. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മിസ്റ്റർ ഷാജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അങ്ങനെ വന്നതും. സോ ഐ ഡസന്റ് വാണ്ട് ടു ടേക്ക് ഇറ്റ് ആസ് എൻ ബിസിനസ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ജസ്റ്റ് വാണ്ട് ടു ടെസ്റ്റ് മൈസെൽഫ്. ഞാനൊരു I spent some money and I took the products, given myself
and to my friends and relatives also. I just want to see the changes, what all the changes they are passing through. So it took almost 2 months and the transformations നടന്നു. And before taking that product, I did a couple of lab tests just to analyze myself what is the changes in my blood parameters. So what I observed is that after 45 days, my total cholesterol has come down from 212 to 190, which is almost a 20% reduction. And from triglycerides, അത് 130 ഇന്ന് 88, that is also almost 20% reduction. So അതൊരു change, a drastic change without using any statins or any other medications. അപ്പൊ ഇങ്ങനെ ഒരു natural products, it's a blend of, Mr. Shaji has told all about the products. I don't want to go deep into that product descriptions, but still I can give you the clue that why this company has framed such a wonderful formulation is that വെറുതെ ഒരു omega-3 supplements എന്നുള്ള ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാമായിരുന്നു. Because why they have caught is the best from the fish, wild caught fish in the Caspian Sea അവിടെ നിന്നൊക്കെ എടുക്കുന്നതായിരിക്കാം. But still they blend with the olive oil to prevent the oxidation, and they combined with the vitamin D3, which is a game-changing aspects, because vitamin D3 എന്ന് പറയുന്നത് ഒരു hormone based aspects ആണ്. Whether the body can synthesize, it has to be supplied to that, because നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്, സൺലൈറ്റ് എക്സ്പോഷർ കുറവാണ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൊണ്ടുവരുമ്പോൾ അവർ ഇതിനകത്ത് വൈറ്റമിൻ ഇയും D3യും ഇതും കൂടെ കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് ദാറ്റ് became as a game changer to wonderful product. അതായത് ഒരു സിനർജിസ്റ്റിക് ആക്ഷൻ ആണ്. ഒരു പ്രോഡക്റ്റ് ഒന്നിനോട് ജോയിൻ ചെയ്യുമ്പോഴാണ് അതിനകത്തുള്ള എഫിക്കസി വരുന്നത്. സപ്പോസ് ഇറ്റ് ക്യാൻ ബി ടേക്കൻ ആസ് അവർ പ്രോഡക്റ്റ് ഓൾസോ, ബിക്കോസ് ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റിൽ 5 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. 5 ഇൻഗ്രീഡിയൻറ്റിന്റെയും പ്രൊപ്പോർഷൻ ആണ് ഏറ്റവും പ്രധാനം. Because we took almost 3 years to develop that single product. അപ്പൊ ഇതുപോലെ ഒരു സയന്റിഫിക്കലി വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് ഗെയിം ചേഞ്ചിങ് ആയിട്ട് നമ്മൾ ബ്ലഡ് പാരാമീറ്റേഴ്സിൽ ചേഞ്ചസ് കൊണ്ടുവന്നാൽ, whenever you take a good product or a good food, it will be properly absorbed into our system and it will have a lasting impression on your health. That is what I observed. So this is in a nutshell of this product. Yes, thank you, doctor. So, can you just share your, you just told us that doctor, triglycerides, cholesterol, ഒരു വ്യത്യാസങ്ങൾ അതെ. ആ ഒരു ഡിഫറൻസിനേക്കാൾ ഉപരി നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മറ്റു ചേഞ്ചസ് ഫീൽ ചെയ്തിട്ടുള്ള വെച്ചാൽ നമ്മുടെ ഈ എനർജി ലെവൽ വിൽ ബി റൈസ് അപ്പ്. ബിക്കോസ് what I used to do exercise almost 5 to 6 kilometers per almost 5 days in a week, because ഞാനൊരു 3 വർഷമായിട്ട് പോസ്റ്റ് കോവിഡ് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. But still that doesn't make any difference in the change of triglycerides. But after using this product, I got the feelings that it works well and I could drive more, because ഞാൻ ജിമ്മിൽ തന്നെ ആണെങ്കിലും പോകുമ്പോൾ തന്നെയും ആക്ടിവിറ്റീസ് ബി പ്രൊലോങ്ഡ് and we can do more exercises. That is the main thing, and the focus and concentration has been doubled. Okay, these 3 are the main focus, which because still I am, because Mr. Shaji കാണിച്ചതുപോലെ ആ ഗ്രാഫിലെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 25:1 ആണ് എന്റേത്. But still it will be 1 more month to go to do a retest. അപ്പോ most probably it will become to around 3:1. yes. Now it's almost right. Yeah. But anyway, this product in the കൂടെ തന്നെ നമ്മൾ we have to do our effort also, because we have to control our sleep,
control our stress, control our food, lifestyle modifications, sedentary life in the മൂവ്മെന്റിലേക്ക് പോവുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ we can control any type of diseases existing because ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ they are giving tablets or medicines to control your symptoms, and the radicular treatment is rarely focused. And Correct. what we are getting is, now in India, it is one of the silent pandemic which is going to affect almost in the near future. അതായത് 1 in 3 is going to be getting non-alcoholic fatty liver. So non-alcoholic fatty liver എന്ന് പറയുന്നത് 27% of the Indian populations, almost 130 കോടിയിൽ 27% നമുക്ക് ഫാറ്റി ലിവറിന്റെ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ഓൾറെഡി ദ എക്സിസ്റ്റിംഗ് ഡാറ്റ ഷോസ്. ബട്ട് അതൊരു 54% ഓൾറെഡി മെറ്റബോളിക് ഡിസീസസ് ഉള്ള ആൾക്കാരിൽ ഇപ്പോഴും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പം പഠിക്കേണ്ടത്. എങ്ങനെയെന്ന് വെച്ചാൽ, ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇപ്പം നമ്മൾ ഹോട്ട് ടോപ്പിക് ആണ് നമ്മുടെ ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസ്, പിന്നെ കൊളസ്ട്രോൾ, ഹൈ കൊളസ്ട്രോള്, PCODs, പെണ്ണുങ്ങളിലുള്ള ഇറഗുലർ പീരീഡ്സ്, അതെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻസുലിൻ റെസിസ്റ്റൻസ്. പിന്നെ വരുന്നതാണ് നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ നമ്മളെ റെസ്ട്രിക്റ്റഡ് മൂവ്മെന്റ് ആണ്. വളരെ കുറച്ചേ നമ്മൾ മൂവ്മെന്റ് ചെയ്യുന്നുള്ളൂ. വി ആർ ഗോയിങ് ത്രൂ ദ കണ്ടീഷൻഡ് എൻവയൺമെന്റ് വേർ വി വർക്ക് ഇൻ എ എയർ കണ്ടീഷൻഡ് ഓഫീസ്, going to the home in a conditioned car, and we are not exposed to sunlight. We don't get any vitamin D3, and there is no production in our body. And this physical activity is by lying down and dreaming. That is the sedentary lifestyle which is showing. This is one of the factor for the fatty liver. And the third cause is consumption of processed foods. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഉള്ള ജങ്ക് ഫുഡ്സിന്റെ എല്ലാം കൺസംഷൻ, ഓവർ കൺസംഷൻ ആണ്. അത് ഞാൻ വളരെ അതിനകത്തോട്ട് പോകുന്നില്ല. പിന്നെ ഉള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ് ആൻഡ് ലാക്ക് ഓഫ് സ്ലീപ്പ്. ക്വാളിറ്റി സ്ലീപ്പ് ഇല്ല, ഹൈ സ്ട്രെസ് ഉണ്ട്. ഇത് 4 ഫാക്ടറാണ് ഏറ്റവും ഉള്ളത്. പിന്നെ ഉള്ളത് നെഗ്ലിജിബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഹെവി മെറ്റൽ ടോക്സിസിറ്റി. അത് നമുക്ക് ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. വി ഗെറ്റ് ഫ്രം ദ ഫുഡ് ആൻഡ് ഫ്രം ദ എൻവയോൺമെന്റ്. ലെഡ് ടോക്സിസിറ്റി എന്ന് പറയും. അതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ഡൽഹിയിലുള്ള പൊല്യൂഷൻസും കൊച്ചിയിലുള്ള പൊല്യൂഷൻസും ഇതിലെല്ലാം നമുക്ക് കിട്ടാം. സോ what we need is, we have to control and manage this wheel. So how we can manage is to reduce the consumption of sugars and refined carbohydrates. നമ്മൾ സെലക്ട് ചെയ്യുന്ന വെജിറ്റബിൾസ് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും. സൾഫർ പ്രൊഡ്യൂസിങ് വെജിറ്റബിൾസ് ഉണ്ട്, ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട് നമ്മുടെ. ബ്രക്കോളി ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്. ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ലിവർ ഡീടോക്സിഫിക്കേഷനെ സപ്പോർട്ട് ചെയ്യും. അതുകൂടെ തന്നെ നമ്മൾ ഫിസിക്കൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് വാക്ക് ചെയ്താലും 5 to 6 kilometers, what I observed is 5 to 6 kilometers or 10 kilometers you walk, nothing will happen, because we can show only a small changes. But if you do resistant training, you will develop the muscles, because muscles needs protein, because energy has to be controlled, taken from the liver to the muscles. എങ്കിൽ മാത്രമേ നമ്മുടെ ഫാറ്റി ലിവറിൽ grade 2 grade 3 എന്നുള്ളതിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് grade 1 നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ ബാക്കിയുള്ള എല്ലാ ഇതിനെയും ആസ്പെക്റ്റിനെയും we will control it, like high blood pressure, high diabetes, sugar, dyslipidemia, high കൊളസ്ട്രോൾസ്, ഇതിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസിൽ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാം. ആൻഡ് തേർഡ് തിങ്സ് വാട്ട് ഐ ഒബ്സർവ് വിത്ത് ദിസ് പ്രോഡക്റ്റ് ഈസ് ദാറ്റ് നോർമൽ ഓയിലിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന മില്ലിഗ്രാംസ് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് EPA DHA ഫോക്കസ് റേഷ്യോ ആണ്. അത് 2:1 ആണ്
for the cardiovascular protections. അത് ഓൾറെഡി ഇതിനകത്ത് ഉണ്ട്. കാരണം 1283 milligram is the EPA and the DHA is 683 milligram, which is highly protective, cardioprotective. And this is the nutshell in that about the products and the clearance of all this thing. ഓക്കെ ഡോക്ടർ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പം നിലവിൽ നമുക്ക് സിംറ്റംസ് ഒന്നുമില്ല, രോഗലക്ഷണങ്ങളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ബിലീവ് ചെയ്യുന്നത് ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തിനാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ആവശ്യം എന്നുള്ള രീതിയിലാണ്. ഓക്കെ, സോ ഇൻ യുവർ എക്സ്പീരിയൻസ് ഹൗ ആക്യുറേറ്റ് ഈസ് ദിസ് ബിലീഫ്? അല്ല, ഇത് സിംറ്റംസ് ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ സിംറ്റംസ് ഓൾറെഡി വിൽ occur only if the action will start 10 to 15 years before. നമ്മളൊരു ഡയബറ്റീസിലേക്ക് വരുമ്പോൾ തന്നെ സിംറ്റംസിന്റെ തുടക്കം നമ്മൾ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുതൽ നമ്മുടെ ബോഡിയിൽ കാണിച്ചു തുടങ്ങും. ബട്ട് അത് സിംറ്റമായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇത്രയും സമയം എടുക്കും. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ നമ്മൾ വി ആർ ഗോയിങ് ത്രൂ ദ സെയിം സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, സെയിം പ്രോസസ്ഡ് ഫുഡ്സ്, സെയിം all those parameters we are passing through them. So once the symptom starts, then we feel that we are going to be sick. So we will approach the doctor. He will give the symptomatic treatment for that particular disease. അപ്പോൾ ഡിവേഴ്സ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസോ നമ്മളും നോക്കില്ല. ഇപ്പൊ ഡോക്ടർ തന്നെ ഒരു ന്യൂട്രീഷനിസ്റ്റിന് ആരും റെഫർ ചെയ്യില്ല. ആ സിംറ്റംസിനെ മാനേജ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ആയിരിക്കും അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രോട്ടോകോൾസ് റിലീസ് ചെയ്ത് പോകും. ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ദ ടൈം. ഒരു ദിവസം 60 to 70 പേഷ്യൻസിനെ കാണും. ഒരാൾക്ക് വരുന്ന ടൈമിംഗ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ടേക്ക് മാക്സിമം ഓഫ് 4 to 5 minutes. ഈ 4 to 5 minutes എങ്ങനെ യു ക്യാൻ ടേക്ക് ദ ഹോൾ ഹിസ്റ്ററി ഓഫ് ദാറ്റ് പേഷ്യന്റ്. കറക്റ്റ്, അണ്ടർസ്റ്റുഡ് സർ. സോ നമുക്കപ്പോൾ അങ്ങനെയാണെങ്കിൽ സിംറ്റംസ് അപ്പിയർ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലോ ലാബിലോ ചെന്ന് ടെസ്റ്റ് ചെയ്താലും നമുക്ക് അറിയാനും സാധിക്കില്ല. കാര്യം ഒരു സിംറ്റംസ് അപ്പിയർ ചെയ്താലല്ലേ നമുക്കൊരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബാലൻസ് ടെസ്റ്റ്, ഇപ്പോൾ ജെൻസിനോ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബാലൻസ് ടെസ്റ്റിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇത് എത്രമാത്രം നമുക്കൊരു അനുഗ്രഹീതമാണ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ ടൂൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ബിക്കോസ് ഒരു സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നതിന് വളരെ മുമ്പ് തന്നെ നമുക്ക് ഈ പറയുന്ന റേഷ്യോ കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് ഒന്ന് ഷെയർ ചെയ്യാവോ ഡോക്ടർ? ഡെഫിനറ്റ്ലി, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യമേ നമ്മുടെ പ്രൊഫൈല് മൊത്തം ഈ ടെസ്റ്റിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. സോ വി ആർ അവെയർ ഓഫ് that we are going through the tragic phase. So what we need is to get into the action. So the action the formula, and അതാണ് ഈ ടെസ്റ്റ് ബേസ്ഡ്. അതായത് നമ്മുടെ നാട്ടില്, അതായത് ഇന്ത്യ മഹാരാജ്യത്തിൽ കണ്ടമാനം ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്. All the products which are selling is based on, they are selling only on the products, not focused on the project to get back the patient to the normal. There is no proof for that validations. So ആ പ്രൂഫ് ഇല്ലാത്തടത്തോളം കാലം, വാലിഡേഷൻ ഇല്ലാത്തടത്തോളം കാലം we will continue with the same pills which will be consumed. We are wasting our money and we don't get any validations. So ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ before and after you will get the score. Correct. So before you will get one score, and after you are believing in that product and you are getting a guarantee, 100% guarantee that you are getting back into the track. Great, thank you doctor. And if you could give only one advice, ipo nammal oretta advice so to every Indian family to protect their long term health, ഒരു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ഒരു കുടുംബത്തിന് അങ്ങേക്ക് നൽകാവുന്ന ഒരൊറ്റ ഒരു അഡ്വൈസ് നൽകുവാണെങ്കിൽ എന്തായിരിക്കും? വാട്ട് വുഡ് ദാറ്റ് ബി? That advice എന്ന് പറയുന്നത്, be a guest or a visitor to a hospital, not as an inmate
or an occupant, and use your health insurance as a protective coverage to claim only if any accident occurs. And follow the protocols of physical, mental, emotional health through continuous movement, be getting a smile, good sleep, good friends, and avoid negativity. And most important is to help others unconditionally. All these factors will give you good hormones. Feel good hormones will be generated in your body, and you will be live longer, like 100 years old, more than 100 years old. Great. Okay. അതായത് ഒരു 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 ചെറിയൊരു സ്റ്റോറിയോടെ പറയാം. അതായത് ചൈനയിൽ ഗ്വാങ്ഡോങ് എന്ന് പറഞ്ഞ ഒരു പ്രോവിൻസ്, അതിനകത്തൊരു ഷിയോലോങ് എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിൽ 100 വയസ്സിന് മേളിൽ ജീവിക്കുന്ന ഓൾമോസ്റ്റ് 20,000 to 22,000 പീപ്പിൾസ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ ചൈനയിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജീറിയാട്രിക്സ് അവരോട് സ്റ്റഡി എടുത്തു, എന്തുകൊണ്ട് അവര് 100 ഇയേഴ്സിന് മുകളിലേക്ക് ജീവിക്കുന്നു. അവര് കണ്ടെത്തിയപ്പോൾ അവര് ബ്ലഡ് അനാലിസിസും സ്റ്റൂൾ അനാലിസിസും ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് സ്റ്റൂളിൽ നിന്ന് അവരൊരു ലാക്ടോബാസിലസ് പ്ലാന്റേറിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ അത് ഐസൊലേറ്റ് ചെയ്തെടുത്തു. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ആസിഡ് അവരെന്ത് ചെയ്തു, അവര് ആനിമൽ സ്റ്റഡീസിലും ലാബ് സ്റ്റഡീസിലും ഒക്കെ അവർ യൂസ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായെന്നിട്ട് ദാറ്റ് കോസസ് ദ റിഡക്ഷൻ ഇൻ ദ ഇൻഫ്ലമേഷൻ and the oxidative stress in that body, which keeps them longer for 100 years, more than 100 years. So that shows that gut is going to be the next brain. Yes. So that is where the world is focusing on. Yeah, that's what Zinzino. So we are introducing for the first time the gut health test. And the happy news is that the test will be available in India this month onwards. So for the first time. And അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമ്മൾ കമ്പനി ഈസ് ഇൻട്രൊഡ്യൂസിങ് Xenobiotic. ഒരു 4 months തന്നെ നമുക്ക് ഗട്ട് ഇഷ്യൂസ്, ഗട്ട് ഹെൽത്ത് നമുക്ക് we can bring back into balance. So ഈ രണ്ട് പ്രൊഡക്ട്സും Zinzino Balance Oil and Xenobiotic, both the products comes under this health protocol. എന്തായാലും thank you so much, doctor, for your Thank you. valuable insights. And വന്നിരിക്കുന്ന guest participants, if you have any questions, you can unmute and you can ask your question, please. Or over to you, Anu. Thank you so much, doctor. Thank you. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂട്ട് മാറ്റിയിട്ട് ചോദിക്കാം. ഇനിയിപ്പോ മ്യൂട്ട് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ ഇൻവൈറ്റ് ചെയ്തത് അവരെ കോണ്ടാക്ട് ചെയ്യുക, പ്രോഗ്രാമിനെ കുറിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് താങ്ക് യു. Thank you so much. See you next week. Thank you. Thank you so much. See you. Thank you all. next week. Thank you, Dr. Thank you. Kapadin. Thank you and good night all. Thank you. Thank you. Bye-bye. Thank you.